സംഘടനകളൊക്കെ ആഹാരങ്ങൾ എത്തിക്കുന്നു, വേഗതരത്തിലെ ഇടപെടലുകളൊക്കെ നടത്തുന്നു. ഓടി ഓടി എത്തുകയാണ് ആൾക്കാർ. കൈയും മെയ്യും മറന്ന് ആഹാരം പോലും കഴിക്കാതെ മയ്യത്തുകൾ എടുക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു കാഴ്ചകൾ പ്രളയം വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടു തന്നെയാണ്. അപ്പൊ ഇത്തരം ദുരന്തങ്ങൾക്ക് നമ്മുടെ ഈ കൊച്ചു കേരളം അടുത്തടുത്ത് സാക്ഷ്യം വഹിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ അങ്ങനെ അപൂർവമായിട്ട് മാത്രമായിരുന്നു. ഇപ്പോൾ പ്രതിവർഷം ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് ആശങ്കയാണ്, എന്ത് സംഭവിക്കുന്നു. നമ്മുടെ ഈ തീരദേശം പോലും നമുക്കൊരു കടൽ ശക്തമായിട്ട് വന്നാൽ, ഒരു തിരയൊന്ന് അതിൽ ആഞ്ഞു കയറിയാൽ നമ്മുടെ പ്രദേശം എന്തായിരിക്കും? അപ്പുറത്തെ കായൽ, ഇപ്പുറത്തെ കടലാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കൂടി തന്നെയാണ്. എപ്പോഴും പ്രളയത്തിനും വെള്ളമാണ് പ്രശ്നം. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും അദാബിനെ കുറിച്ച് പറയുമ്പോൾ ജലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴ, അനിയന്ത്രിതമായിട്ട് മഴ പെയ്യുമ്പോൾ ഭൂമിയിലെ ഉറവ ഉണരുമെന്നാണ്. അപ്പൊ ഭൂമിയിലെ വെള്ളവും ആകാശത്തെ വെള്ളവും കൂടി അതിന് സംഗമി